8ാം ക്ലാസ് ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററായ മെഷർമെന്റ്സ് ആൻഡ് യൂണിറ്റ്സ്, അളവുകളും യൂണിറ്റുകളും എന്ന് പറഞ്ഞ ചാപ്റ്റർ വെറും അരമണിക്കൂർ കൊണ്ട് നമ്മൾ പഠിച്ചെടുത്താലോ മക്കളെ. ഈ ചാപ്റ്ററിലെ പരീക്ഷയിൽ വരാൻ പോകുന്ന എല്ലാ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സും ഈ ഒരൊറ്റ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ഈ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടിട്ട് മാത്രം നിങ്ങൾ എക്സാമിന് പോവുക. ഓൾസോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ കമന്റ് ബോക്സിൽ ഒരു കമന്റ് ഇടുക, എല്ലാം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം, ഈ ചാപ്റ്ററിന്റെ ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങൾ പ്രീവിയസ് ഇയർ വന്ന ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ആപ്പിൽ ഇത് അവൈലബിൾ ആണ്. ബാച്ചിലൊക്കെ ജോയിൻ ചെയ്ത് ആപ്പിൽ ആ ഒരു എക്സ്ട്രാ ചോദ്യങ്ങളും കൂടി ഉപയോഗിച്ച് നിങ്ങൾ പഠിച്ചു പോയി കഴിഞ്ഞാൽ പരീക്ഷയിൽ ഈ ചാപ്റ്ററിന് ഫുൾ മാർക്ക് ആയിരിക്കും കിട്ടുക. ബാച്ചിൽ ജോയിൻ ചെയ്യണേ, താഴെ നമ്പറും ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലെ ഫസ്റ്റ് കാര്യം നേരെ അങ്ങോട്ട് പഠിച്ചു കൊടുക്കാം. ഈ ചാപ്റ്റർ എന്തായാലും നമ്മൾ പഠിച്ചിരിക്കേണ്ട, എന്തായാലും അറിഞ്ഞിരിക്കേണ്ട ടോപ്പിക്കാണ്, സാധനമാണ് ഈ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഏതൊക്കെയാണ്, അതിൻ്റെയൊക്കെ SI യൂണിറ്റ്സ് ഏതൊക്കെയാണ്, ആ SI യൂണിറ്റ്സിൻ്റെ ചിഹ്നങ്ങൾ, സിമ്പിള് ഏതൊക്കെയാണെന്നുള്ള എന്തായാലും ഒരു ചോദ്യം ഇവിടുന്ന് വന്നിരിക്കും. അപ്പോൾ ആദ്യം പറ മക്കളെ, എത്ര ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആണുള്ളത്, എത്ര അടിസ്ഥാന അളവുകളാണുള്ളത് ഈ യൂണിവേഴ്സിൽ, ഈ പ്രപഞ്ചത്തിൽ എത്ര അടിസ്ഥാന അളവുകളുണ്ട്, എത്ര ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്? പഠിച്ചു വെച്ചോ. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് 7 ഉള്ളത്. എത്രയാണുള്ളത് എല്ലാവർക്കും അറിയാം, ഐസാറ്റിൽ പറയുന്നുണ്ട് 7 ഉള്ളത്. 7 പേരുകൾ നോക്കാം ആദ്യം. ഫസ്റ്റ് ലെങ്ത്, നമ്മുടെ ലെങ്ത് അഥവാ നീളം. പിന്നെ മാസ് അല്ലെ, 60 കിലോ, 70 കിലോ, 80 കിലോ, അതെന്താണ്? മാസാണ്. പിന്നെ ടൈം, സമയം, 10 സെക്കൻഡ്, 10 മണിക്കൂർ, 2 മണിക്കൂർ, ഇന്നത്തെ ക്ലാസ്സിന്റെ ഡ്യൂറേഷൻ 1.5 മണിക്കൂർ ഒക്കെ സമയമാണ്, ടൈമാണ്. ഇലക്ട്രിക് കറണ്ട് അല്ലേ, വീട്ടിൽ കറണ്ട് വരുന്നുണ്ട്, അതെന്താണ്? ഒരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയാണ്, ഒരു ഫണ്ടമെന്റൽ അളവാണ്, അടിസ്ഥാന അളവാണ്. വൈദ്യുത പ്രവാഹം. പിന്നെ ടെമ്പറേച്ചർ, താപനില അല്ലെ, 30 ഡിഗ്രി 40 ഡിഗ്രി എന്ന് പറഞ്ഞ ടെമ്പറേച്ചർ. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, ദ്രവ്യത്തിന്റെ അളവ്, കെമിസ്ട്രിയിലാണ് കൂടുതൽ ഉപയോഗിക്കുക. ഓക്കെ, അത് കെമിസ്ട്രിയിൽ ഉണ്ട്. പിന്നെ ലൂമിനസെൻസിറ്റി, പ്രകാശത്തിന്റെ തീവ്രത, പ്രകാശ തീവ്രത, ലൈറ്റത്തിന്റെ മുകളിലേക്ക് അടിക്കുന്നുണ്ടല്ലേ, ഇപ്പം എത്രത്തോളം ലൈറ്റ് അടിക്കുന്നുണ്ട്, അതിനെ മെഷർ ചെയ്യുന്ന ഒരു അളവാണ് ലൂമിനസെൻസിറ്റി. അപ്പൊ ഈ 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ പേര് പഠിച്ചുക: ലെങ്ത്, മാസ്, ടൈം, ഇലക്ട്രിക് കറന്റ്, ടെമ്പറേച്ചർ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, ലൂമിനസെൻസിറ്റി. ജസ്റ്റ് ബൈ ഹാർട്ട് പഠിക്കണം നിർബന്ധമില്ല, നല്ലൊന്ന് മനസ്സിലാക്കി വെക്കും. ബൈ ഹാർട്ട് പഠിക്കേണ്ട കാര്യം എന്താണ്? ഇവരുടെയൊക്കെ SI യൂണിറ്റ് പഠിക്കണം. ഇവർക്കൊക്കെ ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് പ്രകാരമുള്ള SI എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ, തിരിച്ചു വായിക്കണേ, IS എന്ന് വായിക്കണം. ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് പ്രകാരം ഒരു യൂണിറ്റ് ഉണ്ട് ഇവർക്കൊക്കെ, അത് ബൈ ഹാർട്ട് പഠിക്കണം, പരീക്ഷ ചോദിക്കും. ഓരോന്നായിട്ട് നോക്കിക്കോ. ലെങ്ത്തിന്റെ ആരാടോ? ലെങ്ത്തിന്റെ ആദ്യം ഞാൻ ഇംഗ്ലീഷിൽ എഴുതാം, പിന്നെ മലയാളത്തിൽ കാണിച്ചു തരാം കേട്ടോ. മീറ്റർ ആണ്, മീറ്ററിന്റെ സ്പെല്ലിംഗ് തെറ്റിക്കരുത്, മെട്രേ എന്നാണ് കേട്ടോ എഴുതുക. മീറ്റർ എന്ന് വായിക്കുമെങ്കിലും മെട്രേ എന്നാണ് എഴുതുക, ഇത് ആറാട്ടോ. മീറ്റർ ആണ് ലെങ്ത്തിന്റെ SI യൂണിറ്റ്. അതിന്റെ ചിഹ്നം എന്താ? ഒന്നുമില്ല, സ്മോൾ ലെറ്റർ M മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് സെറ്റ് ആണല്ലോ. ഇനി അടുത്ത നിങ്ങൾ പറ മക്കളെ. മാസ് എന്താണ്? മാസിന്റെ SI യൂണിറ്റ് എന്താണ്? പല പല യൂണിറ്റ്സ് ഉണ്ട്, ഗ്രാം ഉണ്ട്, പൗണ്ട് ഉണ്ട്, ടൺ ഉണ്ട്, ക്വിന്റൽ, ഒക്കെ മാസിന്റെ യൂണിറ്റ്സ് ആണ്, നമ്മൾ കുറച്ച് കഴിയുമ്പോൾ കാണും. പക്ഷേ SI യൂണിറ്റ് ആരാണ്? KG എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, KG അതിന്റെ ചിഹ്നമാണ്. പേര് ചോദിക്കുകയാണെങ്കിൽ, SI യൂണിറ്റിന്റെ പേര് ചോദിക്കുകയാണ്, ഫുള്ളായിട്ട് എഴുതണേ. കിലോഗ്രാം എന്ന് എഴുതണം, അതിന്റെ ചിഹ്നം നിങ്ങൾ KG എന്ന് എഴുതിയോ കുഴപ്പമില്ല. ഓക്കെ. ടൈമിന്റെ എത്രയാ? മണിക്കൂറാണോ, അവറാണോ? അല്ല. മിനിറ്റ് ആണോ? മിനിറ്റും അല്ല, സെക്കൻഡ് ആണ് കേട്ടോ. സെക്കൻഡ്സ് എന്ന് എഴുതണ്ട, സെക്കൻഡ് എന്ന് എഴുതിയാൽ മതി. ചിഹ്നം SEC എന്ന് എഴുതി വെക്കരുത്, വെറും S മാത്രം എഴുതിയാൽ മതി. ഇലക്ട്രിക് കറണ്ടിന് എന്താണ്? ഇലക്ട്രിക് കറണ്ടിന്, വൈദ്യുത പ്രവാഹത്തിന്റെ എന്താണ് മക്കളെ? ആംപിയർ ആണ് അല്ലേ, AMPERE. ആംപിയർ എന്ന് പറഞ്ഞാൽ സ്മോൾ ലെറ്ററിൽ എഴുതണേ. എല്ലാ SI യൂണിറ്റ്സും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, എല്ലാം സ്മോൾ ലെറ്ററിലായിരിക്കും ഉണ്ടാവുക, എല്ലാം സ്മോൾ ലെറ്റർ ആയിരിക്കും. അപ്പോൾ ഫുള്ളായിട്ട് എഴുതുമ്പോൾ എല്ലാം സ്മോൾ ലെറ്ററിൽ എഴുതണം. ഒരെണ്ണം പോലും ക്യാപിറ്റൽ എഴുതരുത്, A പോലും ക്യാപിറ്റൽ ആവാൻ പാടില്ല. A അടക്കം, ഫസ്റ്റ് ലെറ്റർ അടക്കം സ്മോൾ ആയിരിക്കണം. ചിഹ്നം പക്ഷെ എന്താണ്? ആംപിയറിന്റെ ക്യാപിറ്റൽ A ആണെന്ന് പഠിച്ചത്. ചിഹ്നം വരുമ്പോൾ ക്യാപിറ്റൽ A ആണ് ആംപിയറിന്റെ. ടെമ്പറേച്ചറിന് എന്താണ് മക്കളെ? ടെമ്പറേച്ചറിന് ഡിഗ്രി സെൽഷ്യസ് ഉണ്ട്, ഡിഗ്രി ഫാരൻഹൈറ്റ് ഉണ്ട്, പക്ഷെ അവരാരും SI യൂണിറ്റ് അല്ല. SI യൂണിറ്റ് ആരാണ്? SI യൂണിറ്റ് കെൽവിൻ ആണ്. സ്റ്റാൻഡേർഡ് യൂണിറ്റ് കെൽവിൻ ആണ്. ചിഹ്നം ക്യാപിറ്റൽ ലെറ്റർ K ആണ്. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, കെമിസ്ട്രിയിലൊക്കെ നമ്മൾ മോളിക്യൂൾസിന്റെ അല്ലെ, തന്മാത്രകളുടെ അളവൊക്കെ പറയുന്നത് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിന്റെ യൂണിറ്റ് ഉപയോഗിച്ചിട്ടാണ്. അതിന്റെ യൂണിറ്റ് പഠിച്ചു വെച്ചാൽ അറിയില്ലെങ്കിൽ മോൾ ആണ്, മോൾ. MOLE. ചിഹ്നത്തിൽ വരുമ്പോൾ MOL മാത്രമേ ഉണ്ടാവുള്ളൂ, അത്ര വ്യത്യാസമുള്ളൂ. ലാസ്റ്റ് ലൂമിനസ് ഇന്റൻസിറ്റി, പ്രകാശ തീവ്രത. യൂണിറ്റ് പഠിച്ചു വെച്ചോ, കാൻഡില എന്നാണ്. ചിഹ്നം വരുമ്പോൾ CD. ഇവിടുത്തെ ഈ സിയും ഈ ഡിയും കൂടെ ചേർത്ത് CD എഴുതും.
അപ്പൊ ഇത്രയും SI യൂണിറ്റ്സ്, മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ്, ആംപിയർ, കെൽവിന്, മോള്, കാൻഡില, അവരുടെ സിമ്പിൾസ് പഠിച്ചു വെക്കണം. മലയാളത്തിന് സെയിം പേരിനാണ്. മീറ്ററിന് എഴുതുക, കിലോഗ്രാമിന് മലയാളത്തിൽ എഴുതുക, സെക്കൻഡിന് എഴുതുക, ആംപിയറിന് എഴുതുക, കെൽവിന് എഴുതുക, മോളിന് എഴുതുക, കാൻഡില എന്ന് എഴുതി വെക്കുക. ക്ലിയർ ആണല്ലോ മക്കളെ? ചിഹ്നത്തിൽ മലയാളം പിന്നെ വ്യത്യാസം വരില്ലല്ലോ. മീറ്ററിന് മാന്നൊന്നും എഴുതി വെക്കരുതേ. അപ്പൊ ഇതെന്തായാലും പഠിച്ചോ. ഒരു മാർക്കിന് ഉറപ്പായിട്ടും ഈ ഒരു ഭാഗത്ത് നിന്ന് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സോ അല്ലെ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദ്യം വരും. അത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പം ഉത്തരം പറയാൻ പറ്റും. ക്ലിയർ ആണല്ലോ മക്കളെ? എന്താണ് ഈ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി എന്നൊക്കെ ചോദിക്കും. ഈ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ചേരണല്ലേ? അവരെന്തുകൊണ്ടാണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി എന്നൊക്കെ വിളിക്കാൻ കാരണം? അവർ വേറെ ആരെയും ഡിപ്പെൻഡ് ചെയ്യില്ല. ഇവരെന്താണ്? വേറെ ആരും ഡിപ്പെൻഡ് ചെയ്യാത്ത ക്വാണ്ടിറ്റീസ് ആണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി. ജസ്റ്റ് ഡെഫിനേഷൻ വായിച്ചു നോക്കാം. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആർ ക്വാണ്ടിറ്റീസ് ദാറ്റ് എക്സിസ്റ്റ് ഇൻഡിപെൻഡന്റ്ലി. വേറെ ആരും ഡിപ്പെൻഡ് ചെയ്യില്ല അല്ലെ? ആൻഡ് കനോട്ട് ബി എക്സ്പ്രസ് ഇൻ ടേംസ് ഓഫ് അതർ ക്വാണ്ടിറ്റീസ്. വേറെ ക്വാണ്ടിറ്റീസിന്റെ അടിസ്ഥാനത്തിൽ ഇവരെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. അവർ ഇൻഡിപെൻഡന്റ് ആണ്. ഓക്കെ. പരസ്പരം ബന്ധമില്ലാതെ നിൽക്കുന്നതും മറ്റളവുകളെ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ കഴിയാത്തതുമായ അളവുകളാണ് അടിസ്ഥാന അളവുകൾ. ഈ ഡെഫിനേഷൻ ഒന്നും എക്സാമിന് അങ്ങനെ ചോദിക്കാറില്ല, എന്നാലും പഠിച്ചു വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഓക്കെ, അങ്ങനെ ചോദിക്കാറില്ല. വാട്ട് ആർ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് ചോദിക്കാറില്ല, എന്നാലും പഠിച്ചു വെച്ചേക്കുക, എപ്പോഴും നല്ലതാണ്. ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഈ ഭാഗത്ത്. വാട്ട് ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് SI യൂണിറ്റ്സ്? SI യൂണിറ്റുകളുടെ പ്രത്യേകതകൾ എന്തെല്ലാം? കുറെ SI യൂണിറ്റ് പഠിച്ചില്ലേ? ആരൊക്കെയാണ്? മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ്, ആംപിയർ. ഇവരുടെ പ്രത്യേകത എന്താണ് ചോദിക്കും. പഠിച്ചു വെച്ചോ. ഫസ്റ്റ്, ദേ ആർ സ്റ്റാൻഡർഡൈസ്ഡ് യൂണിറ്റ്. അവർ ഏകീകൃത യൂണിറ്റുകളാണ്. അവർ സ്റ്റാൻഡർഡൈസ്ഡ് ആണ്, സ്റ്റാൻഡേർഡ് യൂണിറ്റ്സ് ആണ്. ഓക്കെ. അത് മീറ്റർ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലും ഒരു മീറ്റർ ഇത്ര ആയിരിക്കും ഉണ്ടാവുക, അമേരിക്കയിലും 1 മീറ്റർ അത്ര തന്നെ ആയിരിക്കും ഉണ്ടാവുക. ഇന്ത്യയിൽ 1 കിലോ എത്രയാണോ ഉള്ളത്, അമേരിക്കയിലും 1 കിലോ അത്ര തന്നെ ആയിരിക്കും. അല്ലാണ്ട് ഇന്ത്യയിലെ 1 കിലോ അമേരിക്കയിലെ 1 കിലോ വേറെ പോലെ അല്ല. ഇന്ത്യയിൽ 1 കിലോ എന്ന് പറഞ്ഞാൽ കുറച്ചേ ഉള്ളൂ, അമേരിക്ക 1 കിലോ എന്ന് പറഞ്ഞാൽ കുറേ ഉണ്ട്. അങ്ങനെ ഒരിക്കലും വരില്ല. 1 കിലോ എല്ലായിടത്തും സ്റ്റാൻഡേർഡ് ആയിരിക്കും. ദേ ആർ ഇന്റർനാഷണലി അക്സെപ്റ്റഡ്. എല്ലാ രാജ്യങ്ങളും ഇതിനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അന്താരാഷ്ട്ര അംഗീകാരമുള്ളവരാണ് ഈ SI യൂണിറ്റുകൾ. പിന്നെ ലാസ്റ്റ്, യൂണിറ്റ്സ് ഓഫ് ഓൾ അതർ ക്വാണ്ടിറ്റീസ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ദീസ് യൂണിറ്റ്സ്. ഇവയെ അടിസ്ഥാനമാക്കി മറ്റ് അളവുകളുടെ യൂണിറ്റുകൾ നമുക്ക് പ്രസ്താവിക്കാൻ കഴിയും. അപ്പോൾ കുറേ അളവുകളുണ്ട് അല്ലേ? ഈ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് അല്ലാത്ത കുറേ ക്വാണ്ടിറ്റീസ് ഉണ്ട്. ലെങ്ത് അല്ലാത്ത സ്പീഡ് ഉണ്ട്, എന്താണ് ഡിസ്റ്റൻസ് ഉണ്ട്, അങ്ങനെ കുറേ ക്വാണ്ടിറ്റീസ് ഉണ്ട്. അതിൻ്റെ ഒക്കെ യൂണിറ്റുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ SI യൂണിറ്റ്സ് ഉപയോഗിച്ച് പറയാൻ പറ്റും. അപ്പോൾ ഈ ക്യാരക്ടറിസ്റ്റിക്സ് ചോദിച്ചാൽ 100% പഠിച്ചു വെച്ചോ, പരീക്ഷ ചോദിക്കും, ഉത്തരം പറഞ്ഞേക്കണം. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇവിടെ ഇങ്ങനത്തെ ഒരു ചോദ്യം പരീക്ഷയിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ നമുക്ക് ആകെ പഠിക്കാനുള്ളത് ഈ മാസിൻ്റെ മാത്രം കേസിൽ നമുക്ക് SI യൂണിറ്റ് കിലോഗ്രാം ആണെങ്കിലും വേറെ കുറച്ച് യൂണിറ്റ്സ് ഉണ്ട്. അതിൻ്റെ പേരുകളൊന്നും പഠിച്ചു വെക്കുന്നത് വളരെ നല്ലതായിരിക്കും, പരീക്ഷ ചോദിക്കും. മാസിൻ്റെ ഡിഫറെൻറ്റ് യൂണിറ്റ്സ് കേട്ടോ. ഫസ്റ്റ് മില്ലിഗ്രാം. എന്താണ് മക്കളെ മില്ലിഗ്രാം എന്ന് പറഞ്ഞാൽ? നമ്മൾ ഈ ടാബ്ലറ്റിൻ്റെ ഒക്കെ മാസ് പറയാ ഭയങ്കര ചെറുതായതുകൊണ്ട് കിലോഗ്രാമിൽ പറയില്ല. 1 കിലോ ടാബ്ലറ്റ് എന്നാണോ പറയുക? അല്ല, മില്ലിഗ്രാമിൽ MG എന്നാണ് പറയുക. പാരസെറ്റമോൾ 650 MG എടുക്കാനാണ് പറയുക അല്ലേ? ആ MG എന്ന് പറഞ്ഞാൽ എന്താ? മില്ലിഗ്രാം ആണുള്ളത്. പിന്നെ ഉള്ളത് ഗ്രാമാണ്. നമ്മൾ ലേസിൻ്റെ പാക്കറ്റിലൊക്കെ ബാക്കിൽ എഴുതിയിരിക്കുന്നത് എന്താണ്? ഇത്ര ഗ്രാമാണ്. എന്താണ്? 30 ഗ്രാമിൻ്റെ 20 ഗ്രാമിൻ്റെ ലേസ് എന്നാണ് പറയുക അല്ലേ? അപ്പോൾ ഗ്രാം എന്നുള്ള യൂണിറ്റ് മാസിനുണ്ട്. ക്വിൻറ്റാൽ എന്ന് പറഞ്ഞ യൂണിറ്റ് ഉണ്ട്. അത് കുറച്ചുകൂടി വലിയ യൂണിറ്റ് ആണ്. അരിച്ചാക്കുകളൊക്കെ നമ്മൾ ക്വിൻറ്റാലിലാണ് പറയാം. അതിനേക്കാളും വലിയ യൂണിറ്റാണ് ടൺ എന്ന് പറഞ്ഞ യൂണിറ്റ്. നമ്മൾ സ്റ്റീലിൻ്റെ ഒക്കെ ടണ്ണിലാണ് പറയാം. അപ്പോൾ ഈ യൂണിറ്റ്സ് എല്ലാം ഉണ്ട് എന്നുള്ള കാര്യം പഠിച്ചു വെക്കുക. മാത്രമല്ല ഇവരും കിലോഗ്രാമും തമ്മിലുള്ള ബന്ധവും കൂടി ഒന്ന് പഠിച്ചു വെക്കാൻ നല്ലതായിരിക്കും. 1 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ എത്ര മില്ലിഗ്രാം ആണോ? 1 ശേഷം 1, 2, 3, 4, 5, 6 0. 1 ശേഷം 6 0 മില്ലിഗ്രാം. കിലോഗ്രാം എന്ന് പറഞ്ഞാൽ എത്ര ഗ്രാമാണ്? 1000 ഗ്രാമാണ്. 1 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 1000 ഗ്രാമാണ്. 1 ക്വിൻറ്റാൽ എന്ന് പറഞ്ഞാൽ 1 0 കൂടെ കളയുക, 100 കിലോഗ്രാമാണ്. 1 ടൺ എന്ന് പറഞ്ഞാൽ 1 0 അവിടെ ഇട്ടുകൊടുക്കുക, 1000 കിലോഗ്രാം. അപ്പം ഞാൻ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ 1 കിലോഗ്രാം 1000 ഗ്രാമാണ്, പക്ഷെ 1 ടണ്ണ് 1000 കിലോഗ്രാം കേട്ടോ. ആ ഒരു വ്യത്യാസം ശ്രദ്ധിക്കണേ. അതായത് ഗ്രാം ചെറുതാണോ, 1000 ഗ്രാം ചേരുമ്പോഴേ 1 കിലോഗ്രാം ആവുള്ളൂ. ആ ഒരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ. എന്നാൽ ക്വിൻറ്റാലിന്റെ കാര്യം വരുമ്പോൾ നേരെ തിരിയും. 1 ക്വിൻറ്റാൽ എന്ന് പറഞ്ഞാൽ 100 കിലോ. അപ്പോൾ 100 കിലോഗ്രാം വന്നാലേ 1 ക്വിൻറ്റാൽ ആവുള്ളൂ അല്ലേ? അപ്പോൾ 1 ക്വിൻറ്റാൽ അരിച്ചാക്ക് എന്ന് പറഞ്ഞാൽ 100 കിലോന്റെ അരിച്ചാക്ക. അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല, എന്നാലും ഞാൻ പറയാണ്, കാരണം 100 കിലോ ഭയങ്കര കൂടുതലാണ്. പിന്നെ 1000 കിലോ വന്നാൽ 1 ടൺ ആവാം. അപ്പോൾ ഈ ഒരു റിലേഷൻ പഠിച്ചു വെച്ചോ. ഇവിടെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിരിക്കും ചോദിക്കും. 1 ടൺ ഈസ് ഈക്വൽ ടു ഡാഷ് കിലോഗ്രാം എന്ന് വരുമ്പോൾ 1000 കിലോഗ്രാം എന്ന് എഴുതി വെക്കാൻ പറ്റണം. 1 ക്വിൻറ്റാൽ ഈസ് ഈക്വൽ ടു ഡാഷ് കിലോഗ്രാം, അപ്പോൾ എഴുതി വെക്കാൻ പറ്റണം. 1000 ഗ്രാം ഈസ് ഈക്വൽ ടു ഡാഷ് 1 കിലോഗ്രാം, 1 കിലോഗ്രാം എന്ന് എഴുതി നോക്കാം. ആ രീതിയിൽ ചോദ്യം വരും. അപ്പോൾ ഒന്ന് പഠിച്ചു വെച്ചാൽ സെറ്റാക്കാൻ പറ്റും. ക്ലിയർ ആണല്ലോ മക്കളെ?
ക്ലിയർ ആണല്ലോ? ബുദ്ധിമുട്ടില്ല അതൊന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി അല്ലാത്ത ഒരു ക്വാണ്ടിറ്റി എടുക്കാം. ഫോർ എക്സാമ്പിൾ ഏരിയ, പരപ്പളവ്. ഒരു ചതുരം എടുക്കുകയാണെങ്കിൽ, ഒരു റെക്റ്റാങ്കിൾ എടുക്കുകയാണെങ്കിൽ അവൻ്റെ ഏരിയ നമ്മൾ എന്താ പറയുക? അവൻ്റെ ലെങ്ത് ഉണ്ടെങ്കിൽ ലെങ്ത് ഇൻറ്റു അവൻ്റെ ബ്രെഡ്ത്തുന്നോ വിഡ്ത്തുന്നോ എന്ത് വേണമെങ്കിൽ പറയാം അല്ലേ? അവൻ്റെ നീളം ഇൻറ്റു അവൻ്റെ വീതിയാണ് അവൻ്റെ ഏരിയ അഥവാ പരപ്പളവ്. ഞാൻ ആലോചിച്ച് നോക്കിയൊക്കെ, ഈ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഒരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി അല്ലേ? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയാണ്. അതെ. ഈ ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാലോ? ഈ ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാലും ഈ ലെങ്ത് എന്ന് പറഞ്ഞാലും ഒക്കെ നീളങ്ങളല്ലേ? ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ വേറെന്തോ സാധനമാണോ? അല്ല, അതൊരു നീളമാണ്. ഇതിനെ ലെങ്ത് എന്ന് വിളിക്കുന്നതുകൊണ്ട് ഇതിനെ ബ്രെഡ്ത്ത് എന്ന് വിളിക്കുന്നുള്ളൂ, അത്രേ ഉള്ളൂ. അപ്പൊ ഈ ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാലും ഒരു തരം നീളം തന്നെയാണ്, ലെങ്ത് തന്നെയാണ്. അതായത് അതൊരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി അല്ലേ? അതെ. അതായത് ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്വാണ്ടിറ്റി, ഈ ഒരു അളവ് എന്ന് പറഞ്ഞാൽ മറ്റ് രണ്ട് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളല്ലേ? ഏരിയ രണ്ട് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിനെ അല്ലേ ഡിപ്പെൻഡ് ചെയ്യുക? ഒരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി വേറൊരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി, രണ്ട് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിനെ ഏരിയ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അങ്ങനെ ഒന്നിൽ കൂടുതൽ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരെ വിളിക്കുന്ന പേരാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് അഥവാ വ്യുൽപ്പന്ന അളവുകൾ. ഡെഫിനിഷൻ ഒന്ന് നോക്കിയേക്കാം. ക്വാണ്ടിറ്റീസ് ദാറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആർ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. അടിസ്ഥാന അളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ കഴിയുന്ന അളവുകളാണ് വ്യുൽപ്പന്ന അളവുകൾ. അടിസ്ഥാന അളവുകളായ ലെങ്ത്തിന്റെ ഇൻഡു ചെയ്തിട്ടല്ലേ നമ്മൾ ഈ ഏരിയനെ കാണിച്ച്. അപ്പൊ ഏരിയ എന്താണ്? ഒരു വ്യുൽപ്പന്ന അളവാണ് അഥവാ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ആണ്. ഏരിയ, വോളിയം, ഡെൻസിറ്റി, സ്പീഡ്, ബേസിക്കലി ആ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഉള്ള ഏറെ ആൾക്കാരില്ലേ, അവരല്ലാത്ത എല്ലാവരും എന്താണ് നമ്മൾ പിടിച്ചിട്ട് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി നിങ്ങൾ വിളിക്കും. ഇത്രേ ഉള്ളൂ പരിപാടി. അപ്പൊ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ഏരിയ, വോളിയം, ഡെൻസിറ്റി, സ്പീഡിന്റെ എക്സാമ്പിളുകൾ ഒന്ന് പഠിച്ചു വെച്ചോ. അതിനോടൊപ്പം പരീക്ഷ ചോദിക്കും, അങ്ങനെയാണ് ഏരിയയുടെ യൂണിറ്റ് എന്താണ്? ഏരിയ ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ആണല്ലോ. ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ്സിനെ നമ്മൾ ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്ന് വിളിക്കും, വ്യുൽപ്പന്ന യൂണിറ്റുകൾ എന്ന് വിളിക്കും. അങ്ങനെയാണ് ഏരിയ എന്ന് പറഞ്ഞതിൻ്റെ യൂണിറ്റ് എന്താണോ? എങ്ങനെ പറയാം? സിമ്പിൾ. ഏരിയ എന്ന് പറഞ്ഞാൽ ലെങ്ത്തിന്റെ ബ്രെഡ്ത്ത് അല്ലേ, നീളത്തിന്റെ വീതിയും അല്ലേ? ലെങ്ത്തിന്റെ യൂണിറ്റ് എത്രയാ? മീറ്റർ. ബ്രെഡ്ത്തും ഒരു ലെങ്ത് തന്നെ അല്ലേ? അപ്പൊ അവന്റെ യൂണിറ്റ് എന്താണ്? അവന്റെ യൂണിറ്റ് മീറ്റർ. പറ മക്കളെ, മീറ്റർ ഇൻറ്റു മീറ്റർ എന്താ? മീറ്റർ ഇൻറ്റു മീറ്റർ നമ്മൾ മീറ്റർ സ്ക്വയർ എന്നങ്ങോട്ട് എഴുതും. സോ ദി യൂണിറ്റ് ഓഫ് ഏരിയ എന്താണോ? മീറ്റർ സ്ക്വയർ ആണ്. അതൊരു ഡിറൈവ്ഡ് യൂണിറ്റ്, കാരണം ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ് ഡിറൈവ്ഡ് യൂണിറ്റ് ആണ് അഥവാ വ്യുൽപ്പന്ന യൂണിറ്റ് ആണ്. അങ്ങനെയാണ് വോളിയത്തിന് എന്താ പറ? വോളിയത്തിന്റെ ഫോർമുല എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അത് ഏരിയയിൽ ഓൾറെഡി ഉണ്ട്, പിന്നെ ഒരു ഹൈറ്റും കൂടി വരും. ഒരു സാധനത്തിന് വോളിയം നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ ലെങ്ത്തും ബ്രെഡ്ത്തും വേണം, എന്നിട്ട് ഹൈറ്റും കൂടി വേണം. ഇനി ആലോചിച്ച് യൂണിറ്റ് എന്തായിരിക്കും? ലെങ്ത്തിന്റെ മീറ്റർ ആണ്, ബ്രെഡ്ത്തിന്റെ മീറ്റർ ആണ്. ഹൈറ്റിന്റെ എന്താ? ഹൈറ്റിന്റെ വേറെ എന്തോ യൂണിറ്റോ? കിലോഗ്രാം ആണോ? അല്ല, അത് മീറ്റർ ആണ്. ഹൈറ്റിന്റെ മീറ്റർ ആണ്. മീറ്റർ ഇൻറ്റു മീറ്റർ ഇൻറ്റു മീറ്റർ, 3 മീറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ വരിക? മീറ്റർ ക്യൂബ് എന്നല്ലേ വരിക. അത്ര ഉള്ളു പരിപാടി. അപ്പം വോളിയം എന്ന് പറഞ്ഞാൽ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ് എന്താ? മീറ്റർ ക്യൂബ്. അങ്ങനെയാണ്. ലാസ്റ്റ് ഇതും കൂടി പറയാം. ഡെൻസിറ്റിയുടെ എന്താണ്? സാന്ദ്രതയുടെ എന്താണ് മക്കളെ? ഡെൻസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ മാസ് ബൈ വോളിയം എന്നാണ്. മാസ് ബൈ വോളിയം, മാസ് ഡിവൈഡഡ് ബൈ വ്യാപ്തം എന്നാണ്. അതുകൊണ്ട് എന്താ ആലോചിച്ച് നോക്കണോ, മാസിന്റെ എസ് യൂണിറ്റ് എന്താ? ജസ്റ്റ് പഠിച്ചിട്ടല്ലേ ഉള്ളൂ നേരത്തെ ആ ടേബിളിൽ. മാസിന്റെ എസ് യൂണിറ്റ് കിലോഗ്രാം ആണ്, kg. വോളിയത്തിന് എന്താ? വോളിയത്തിന്റെ ഇപ്പോൾ നോക്കിച്ചത് മീറ്റർ ക്യൂബ്, വോളിയത്തിന്റെ മീറ്റർ ക്യൂബ്. അങ്ങനെയാണ് ഡെൻസിറ്റി എന്താണ്? ഇവിടെ ശ്രദ്ധിക്കണം, മാസ് മുകളിൽ വോളിയം താഴെയായതുകൊണ്ട് kg മുകളിലും മീറ്റർ ക്യൂബ് താഴെയാണ്. അപ്പൊ kg ഡിവൈഡഡ് ബൈ മീറ്റർ ക്യൂബ്, അതിന് നമ്മൾ kg പെർ മീറ്റർ ക്യൂബ് ഇങ്ങനെ എഴുതും. കഴിഞ്ഞു, ദാറ്റ്സ് ഇറ്റ്. അപ്പൊ ഇങ്ങനത്തെ ക്വാണ്ടിറ്റീസിന്റെ ഒക്കെ എന്താണ് അവരുടെ യൂണിറ്റ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എളുപ്പം അങ്ങോട്ട് ഉത്തരം പറയാൻ നിങ്ങൾക്ക് പറ്റില്ലേ? പറ്റണം. അതിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ല. ക്ലിയർ ആണല്ലോ? ചോദിക്കും, ഇതോ ടേബിൾ ആയിട്ട് ചോദിക്കും, 1 മാർക്കിന്റെ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആയിട്ട് ചോദിക്കും, മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിക്കും. പക്ഷെ ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എളുപ്പത്തിൽ ഉത്തരം പറയാൻ പറ്റും. നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഓക്കെ, റെഡി, സെറ്റ്. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിന്റെ ബേസിക് ഭാഗങ്ങൾ കഴിഞ്ഞു. എന്താണ് നമ്മൾ എന്തൊക്കെ പഠിച്ചു തരായിട്ട് ഒന്ന് റിവൈസ് ചെയ്ത് പോവാം. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഏഴെണ്ണം പഠിച്ചു, അവരുടെ പേരുകൾ പഠിച്ചു, എസ് യൂണിറ്റ് പഠിച്ചു, സിമ്പിളും പഠിച്ചു. പിന്നെ നമ്മൾ പഠിച്ചത് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഡെഫിനിഷൻ ഒന്ന് നോക്കി വെക്കാം. ഈ ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എസ് യൂണിറ്റ്, പിന്നെ മാസിന്റെ പല യൂണിറ്റ്സ് തമ്മിലുള്ള ബന്ധം നമ്മൾ നോക്കി വെച്ചു. ഏരിയയുടെ സംഭവം പഠിച്ചു, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി എന്ന് മനസ്സിലാക്കി. ഈ ക്വാണ്ടിറ്റീസിന്റെ ഒക്കെ യൂണിറ്റുകളും പഠിച്ചു. ഇതൊക്കെ ചോദിക്കും, ഇതൊക്കെയാണ് ചോദ്യം വരിക പരീക്ഷയിൽ. ഇനി അടുത്ത ഭാഗം എന്തായാലും ഒരു ചോദ്യം വരാൻ പോകുന്ന ഭാഗമാണ് മക്കളെ, റൂൾസ് ഫോർ റൈറ്റിംഗ് യൂണിറ്റ്സ്.
യൂണിറ്റുകൾ എഴുതുമ്പോൾ കുറച്ച് നിയമങ്ങൾ ശ്രദ്ധിക്കണം. ആ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു ചോദ്യം 100% ഉറപ്പാണ്, മിക്കവാറും 2 മാർക്കിനായിരിക്കും ചോദ്യം വരിക. ഇനി റൂളുകൾ എഴുതാനല്ല പരീക്ഷയിൽ പറയാം, ആ റൂൾ അപ്ലൈ ചെയ്യാനാണ് പറയാം. അപ്പോൾ റൂളുകൾ ബൈഹാർട്ട് പഠിച്ചിട്ട് കാര്യമൊന്നുമില്ല, അതെങ്ങനെ ഉപയോഗിക്കണം എന്നാണ് പരീക്ഷ ചോദിക്കുക. അപ്പോൾ പരീക്ഷയിൽ പല രീതിയിൽ ചോദിക്കാം. ഏറ്റവും ചാൻസ് ഉള്ളത് ഇതുപോലെ തെറ്റായിട്ട് തരും, ഇൻകറക്റ്റ് ആയിട്ട് എഴുതി വെക്കും, നിങ്ങളത് കറക്റ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഓരോരോ ചോദ്യങ്ങൾ ചെയ്ത് നോക്കാം. അപ്പോൾ അതിൽ നിങ്ങൾക്ക് റൂള് മനസ്സിലാവും എന്താണ്. എടോ 1000 kg/m³, kg/m³, ഇതിലെന്താ തെറ്റ്? ഇതിൽ തെറ്റുണ്ട്. കാരണം എന്താണ്? ഈ kg-യുടെ m³ ചിഹ്നം ആരാ പറഞ്ഞ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതി വെക്കാൻ വേണ്ടിയിട്ട്? LKG-യുടെ UKG-യുടെ kg അല്ലല്ലോ ഇത് കിലോഗ്രാമിന്റെ kg ആണ്, സ്മോൾ ലെറ്ററിൽ എഴുതണം. അപ്പൊ 1000 kg സ്മോളിൽ എഴുതുക, m³ സ്മോളിൽ എഴുതുക, ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതരുത്. ഇവിടെ എന്താ പ്രശ്നം? kg ക്യാപിറ്റൽ ലെറ്റർ എഴുതരുത്, 1.5 kg സ്മോളിൽ എഴുതണം. അപ്പൊ സാർ എല്ലാ യൂണിറ്റുകളുടെയും ചിഹ്നം നമ്മൾ സ്മോൾ ലെറ്ററിലാണോ എഴുതുക? അപ്പൊ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ എല്ലാവരുടെയും സ്മോൾ ലെറ്റർ എഴുതുക. പക്ഷേ ഈ യൂണിറ്റ് ഒരു സയന്റിസ്റ്റിന്റെ പേര് ഉപയോഗിച്ചിട്ടാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ആംപിയർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു സയന്റിസ്റ്റ് ആയിരുന്നു, കെൽവിൻ എന്ന് പറഞ്ഞ ഒരു സയന്റിസ്റ്റ് ആയിരുന്നു, അവരുടെ പേര് വെച്ചിട്ടാണ് ഈ യൂണിറ്റ് ഇടുന്നതെങ്കിൽ നമ്മൾ ചിഹ്നം എഴുതുമ്പോൾ, സിമ്പിൾ എഴുതുമ്പോൾ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതും. അല്ലാത്ത പക്ഷേ എപ്പോഴും സ്മോൾ ലെറ്റർ. കാരണം മീറ്റർ എന്ന് പറഞ്ഞ ഒരാളുടെ പേരൊന്നുമല്ല, കിലോഗ്രാം എന്ന് പറഞ്ഞാൽ ഏതൊരു രാജാവിൻ്റെയോ സയൻറ്റിസ്റ്റിൻ്റെയോ പേരൊന്നുമല്ല. അപ്പോൾ ഏതെങ്കിലും ഒരു സയൻറ്റിസ്റ്റിൻ്റെ പേര് പ്രകാരമാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. ഫോർ എക്സാമ്പിൾ ആംപിയർ ആണെങ്കിൽ ചിഹ്നം എഴുതുമ്പോൾ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതും. കെൽവിൻ സയൻറ്റിസ്റ്റ് ആയിരുന്നു, ചിഹ്നം എഴുതുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ എഴുതും. പക്ഷേ യൂണിറ്റ് ഫുൾ നെയിം എഴുതുമ്പോൾ സ്മോൾ ലെറ്ററിൽ എഴുതുക, ചിഹ്നം എഴുതുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ എഴുതും. അല്ലാത്ത പക്ഷം ഒക്കെ സ്മോൾ ആയിരിക്കും എന്നുള്ളത് ഒന്ന് പഠിച്ചു വെക്കുക. അപ്പോൾ അങ്ങനെയാണ് പറയാം മക്കളെ. ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ ഫോഴ്സിൻ്റെ, ബലത്തിൻ്റെ യൂണിറ്റ് ആണ് ന്യൂട്ടൺ. ന്യൂട്ടന്റെ ചിഹ്നം എഴുതുമ്പോൾ സ്മോൾ ലെറ്റർ എന്നാണോ ക്യാപിറ്റൽ ലെറ്റർ എന്നാണോ എന്ന് വേഗം പറഞ്ഞേ. ഇവിടെ ന്യൂട്ടൺ ഒരു സയന്റിസ്റ്റ് അല്ലേ, സംശയണ്ടാ? ഐസക് ന്യൂട്ടൺ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ പേരിലാണ് ഈ ഫോഴ്സിന്റെ SI യൂണിറ്റായ ന്യൂട്ടൺ നമ്മൾ പറയുന്നത്. അത് ഫുള്ളായിട്ട് എഴുതുമ്പോൾ സ്മോൾ ലെറ്ററിൽ തന്നെ എഴുതണം, പക്ഷെ ചിഹ്നം എഴുതുമ്പം സയന്റിസ്റ്റിന്റെ പേരായതുകൊണ്ട് ക്യാപിറ്റൽ ലെറ്റർ എഴുതണം. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ആ ഒരു റൂളാണ് നമ്മളിവിടെ ഉപയോഗിച്ചത്. അപ്പോൾ സയന്റിസ്റ്റ് ആണെങ്കിൽ മാത്രമേ നിങ്ങൾ ക്യാപിറ്റൽ ലെറ്റർ ചിഹ്നം ഉപയോഗിച്ചാൽ മതി. കിലോഗ്രാമും മീറ്ററൊന്നും സയന്റിസ്റ്റ് ഒന്നും അല്ല, അപ്പോൾ നേരെ സ്മോൾ ലെറ്റർ തന്നെ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഓക്കെ, അടുത്ത ഫസ്റ്റ് കഴിഞ്ഞിൽ 1 2 3 4 5 6 7 അപ്പടി. രണ്ടാമത്തത് ഇവിടെ എന്താ പ്രശ്നം? 1000 kg/m³, 1.5 kgs എന്നൊന്നുമില്ല, kg. ഓക്കെ, പ്ലൂരൽ ഇല്ല ഇവിടെ. യൂണിറ്റ് എഴുതുമ്പോൾ 1000 kg/m³, 1.5 kg എന്ന് പറഞ്ഞാൽ മതി. അല്ലാണ്ട് എക്സ്ട്രാ നിങ്ങൾ ആഡ് ചെയ്യാൻ പാടില്ല. അതിപ്പം 1 ആണ് 1 kg, 2 ആണെങ്കിലും 2 kg, 2 kgs ഇല്ല. രണ്ടാമത്തെ റൂള് സെറ്റ്, പ്ലൂരൽ ഇല്ല. ഇവിടെ എന്താ സാർ പ്രശ്നം? ഇവിടെ ഓക്കെ അല്ലേ, സ്മോൾ ലെറ്ററിലാണ്, kgsഉം ഇല്ല. പിന്നെന്താ ഇവിടെ കുഴപ്പമെന്താ? ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് നമ്പർ അല്ലേ, ഇത് യൂണിറ്റ് അല്ലേ, ഈ നമ്പറിന് യൂണിറ്റിനിടയിൽ ഒരു ചെറിയ ഗ്യാപ്പ് കൊടുക്കണം, ഒരു സ്പേസ് കൊടുക്കണം. കണ്ടോ, ഇവിടെ ഒരു സ്പേസ് ഉണ്ട്, ഇവിടെ സ്പേസ് ഉണ്ട്, ഇവിടെയൊക്കെ സ്പേസ് ഉണ്ട്, ഇവിടെ പക്ഷെ ആ സ്പേസ് ഇല്ല. അപ്പം എപ്പോഴും ഈ നമ്പർ, നമ്മുടെ 1000 എന്ന് പറഞ്ഞ നമ്പർ, അതിന് ശേഷമുള്ള യൂണിറ്റ് എഴുതുമ്പോൾ എന്ത് ചെയ്യണം മക്കളെ? നമ്മൾ ഒരു സ്പേസ് കൊടുക്കണം. ഭയങ്കര സ്പേസ് കൊടുക്കണ്ട, കുറച്ചെങ്കിലും സ്പേസ് കൊടുക്കണം, അത് ശ്രദ്ധിക്കണം. ഓക്കെ, ഇവിടെ അത് തന്നെയാണ് പ്രശ്നം. 1.5 kg അത് തന്നെയാണ് പ്രശ്നം. എന്താ പ്രശ്നം? സ്പേസ് ഇല്ല. കണ്ടോ, 1.5 ശേഷം സ്പേസ് ഇല്ല, ആ സ്പേസ് നമ്മൾ ഇട്ട് കൊടുക്കണം. 1.5 സ്പേസ് ഇട്ടിട്ട് kg ഇട്ട് കൊടുക്കണം. സിമ്പിൾ. ഓക്കെ, ഇത് പലർക്കും മനസ്സിലാവില്ല. പരീക്ഷയിൽ വരുമ്പോൾ ഇതെന്താ കുഴപ്പമെന്നൊക്കെ വിചാരിക്കും. കുഴപ്പമുണ്ടോ? അവിടെ മനസ്സിലാക്കണം. ഓക്കെ സാർ, ഇതിലെന്താ കുഴപ്പം? 1000 kg/m³ വരാം, kg/m² എന്ന് എഴുതിക്കൂടെ? എഴുതിക്കൂടാ, പാടില്ല. ഇതിനെ 1000 എന്ത് എഴുതണം? kg/m³ തന്നെ എഴുതണം. അല്ലാണ്ട് kg/m² എന്നൊന്നും എഴുതി കളിക്കാൻ പാടില്ല. മുകളില് kg, താഴെ മീറ്റർ, അതിൻ്റെ താഴേക്ക് പരിപാടി ഇല്ല. മുകളിൽ ഒരാളുണ്ടാവും, അല്ല 2 ആൾക്കാരുണ്ടാവും, കുഴപ്പമൊന്നുമില്ല. താഴെ എന്തുണ്ടാവും? മുകളിൽ താഴെ, പിന്നെ അതിൻ്റെ താഴേക്ക് പോകാൻ പാടില്ല. മുകളിൽ താഴെ കഴിഞ്ഞു, പിന്നെ അതിൻ്റെ താഴേക്ക് ലേയേഴ്സ് ഉണ്ടാക്കാൻ പാടില്ല. അതാണ് ഇവിടെ ചെയ്തത്, തെറ്റാണ്. ഓക്കെ സാർ, ഇവിടെ എന്താ കുഴപ്പം? 1000 kg/m³, മീറ്റർ ക്യൂബിന്റെ വേറൊരു പേരാണല്ലോ ക്യൂബിക് മീറ്റർ. അതിലിപ്പോൾ എന്താ കുഴപ്പം? അങ്ങനെ എഴുതിക്കൂടെ? എഴുതിക്കൂടാ. അതിന് കാരണം എന്താ? kg എന്ന് പറഞ്ഞാൽ ചിഹ്നമാണ്, കിലോഗ്രാമിന് ചിഹ്നമാണ്. ക്യൂബിക് മീറ്റർ എന്ന് പറഞ്ഞാൽ ചിഹ്നമല്ല,
ഇവിടെ പ്രശ്നം എന്താ? ഒന്നെങ്കിൽ നിങ്ങൾ കിലോഗ്രാമെന്നും ക്യൂബിക് മീറ്ററിനും ഫുൾ നെയിംസ് ആയിട്ട് രണ്ടും എഴുതാം. അല്ലെങ്കിൽ നിങ്ങൾ kg എന്നും ഇവന്റെ ചിഹ്നം ക്യൂബിക് മീറ്ററിന്റെ ചിഹ്നം എന്താ? മീറ്റർ ക്യൂബ് എന്ന് എഴുതണം. 1000 kg എന്ന് പറഞ്ഞ ചിഹ്നം എഴുതുകയാണെങ്കിൽ മറ്റിടത്ത് മീറ്റർ ക്യൂബ് എന്ന് എഴുതണം. അങ്ങനെ. അല്ലെങ്കിൽ വേണമെങ്കിൽ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്ന് ഫുള്ളായിട്ട് എഴുതി വെക്കാം. ഓർ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? ഓർ നിങ്ങൾക്ക് 1000 ഇങ്ങനെ എഴുതാം, കിലോഗ്രാം എന്ന് എഴുതാം. എന്നിട്ട് വേണം എന്ത് ചെയ്യാൻ? താഴെ നിങ്ങൾ എഴുതുമ്പോൾ ക്യൂബിക് മീറ്റർ എന്ന് എഴുതാം. മീറ്റർ ക്യൂബ് എന്ന് എഴുതരുത്, ചിഹ്നം എഴുതരുത്, ക്യൂബിക് മീറ്റർ എന്ന് ഫുൾ എഴുതണം. അപ്പോൾ ഒന്നെങ്കിൽ രണ്ടും ചിഹ്നം, അല്ലെങ്കിൽ രണ്ടും ഫുൾ നെയിമും. അല്ലാണ്ട് ഒരെണ്ണം ചിഹ്നം മറ്റേത് ഫുൾ നെയിം പറ്റില്ല. ഇവിടെ ആണെങ്കിൽ എന്താ 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്ന് എഴുതാൻ പാടുണ്ടോ? ഇല്ല. ഇവിടെ മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞ ചിഹ്നമാണ് നിങ്ങൾ ഉപയോഗിച്ചെങ്കിൽ ഇവിടെ നിങ്ങൾ kg എന്ന് എഴുതാൻ പാടുള്ളൂ. അപ്പോൾ അതെങ്ങനെ കറക്റ്റായിട്ട് എഴുതുക? 1000 kg പെർ മീറ്റർ ക്യൂബ്. അപ്പോൾ ഒന്നെങ്കിൽ എന്ത് ചെയ്യുക? വൃത്തിയായിട്ട് രണ്ടും ഫുള്ളായിട്ട് എഴുതുക. അത് അത്ര നമ്മൾ എഴുതാറില്ല. മാത്രമല്ല ഇവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇങ്ങനെ ഫുൾ നെയിം ആയിട്ട് എഴുതുമ്പോൾ ഈ സ്ലാഷ് ഇടുന്ന അത്ര അങ്ങോട്ട് ഉചിതമല്ല. ഇടയിൽ സ്ലാഷ് അല്ല, പെർന്നാട്ടോ എഴുതേണ്ടത്. ഓക്കെ, പൊതുവെ നമ്മൾ ഫുള്ള് എഴുതാറില്ല, പക്ഷെ എഴുതണം എന്ന് നിർബന്ധമാണെങ്കിൽ അങ്ങനെയാണ് എഴുതി വെക്കേണ്ടത്. പക്ഷെ എപ്പോഴും സ്റ്റാൻഡേർഡ് എന്താ? ചിഹ്നമായിട്ട് രണ്ടും എഴുതി വെക്കുക. അതാണ് അതിൻ്റെ രീതി. ഓക്കെ സർ, ഇവിടെ എന്താ കുഴപ്പം? ഇവിടെ ചില ചിഹ്നങ്ങളല്ലേ ഉള്ളൂ. 1 കിലോ 500 ഗ്രാം, 1 കിലോ 500 ഗ്രാം. ഇവിടെ എന്താ കുഴപ്പം? അവിടെ കുഴപ്പമുണ്ട്. എന്താ കുഴപ്പം? എടോ, ഇവിടെ kg എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് ഉപയോഗിച്ചു, ഗ്രാം എന്ന് പറഞ്ഞാൽ വേറെ യൂണിറ്റ് ഉപയോഗിച്ചു. ചെയ്യാൻ പാടില്ല. ഒരൊറ്റ യൂണിറ്റ് ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇതെങ്ങനെ എഴുതുക? ഈ 500 ഗ്രാം എന്ന് പറഞ്ഞാൽ ശരിക്കും 0.5 കിലോഗ്രാം ആണ്, 1/2 കിലോഗ്രാമാണ്. അപ്പോൾ രണ്ടും കൂടി ചേർത്ത് 1 കിലോഗ്രാമോ 1/2 കിലോഗ്രാം കൂടി ചേർത്താൽ 1.5 കിലോഗ്രാം എന്ന് എഴുതണ്ട്. 1 യൂണിറ്റ്, 2 യൂണിറ്റ്സ് പറ്റില്ല. അല്ലെ വേണം ഇങ്ങനെ എഴുതാൻ പറ്റും. ഈ 1 കിലോ എന്ന് പറഞ്ഞാൽ ശരിക്കും 1000 ഗ്രാമാണ്. നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അവിടെ പഠിച്ചപ്പോൾ. 1 കിലോ എന്ന് പറഞ്ഞാൽ 1000 ഗ്രാമാണ്. 1000 ഗ്രാമോ 500 ഗ്രാമും കൂടി ചേർന്നാൽ 1500 ഗ്രാം എന്നും എഴുതാം. പക്ഷേ രണ്ടും കൂടി മിക്സ് ആൻഡ് മാച്ച് ചെയ്യരുത്. ഓക്കെ, അപ്പോൾ ഒന്നെങ്കിൽ 1.5 കിലോഗ്രാം എന്ന് എഴുതാം, അല്ല 1500 ഗ്രാം എന്ന് എഴുതാം. അല്ലാണ്ട് 1 കിലോ 500 ഗ്രാം എന്ന് എഴുതാൻ പാടില്ല. ഇവിടെ എന്താ സാർ കുഴപ്പം? 273 കെൽവിൻ. ഇവിടെ എന്താ കുഴപ്പം? ഇവിടെ കുഴപ്പം എന്താ? എടോ, ഈ സാർ ഇത് കെൽവിൻ സയൻറ്റിസ്റ്റ് അല്ലേ? അപ്പോൾ ഫുൾ ക്യാപിറ്റൽ ലെറ്റർ എഴുതിക്കൂടെ? ക്യാപിറ്റൽ ലെറ്റർ ചിഹ്നം എഴുതാം, യൂണിറ്റിന്റെ ചിഹ്നം എഴുതുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ എഴുതാം. പക്ഷെ പേര് എഴുതുമ്പോൾ, യൂണിറ്റിന്റെ പേര് എഴുതുമ്പോൾ എപ്പോഴും സ്മോൾ ആയിരിക്കണം. അത് സയൻറ്റിസ്റ്റ് ആണെങ്കിലും അല്ലെങ്കിലും. 273 സ്മോൾ ലെറ്റർ കെൽവിൻ എന്നാണ്. 273 കെൽവിൻ ചിഹ്നം വെച്ച് എഴുതുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിക്കും. കാരണം എന്താ? ഇദ്ദേഹം സയൻറ്റിസ്റ്റ് ആയതുകൊണ്ട് മാത്രം. പക്ഷെ ഫുൾ നെയിം എഴുതുമ്പോൾ ആരാണെങ്കിലും, സയൻറ്റിസ്റ്റ് ആണെങ്കിലും അല്ലെങ്കിലും സ്മോൾ ലെറ്ററേ പാടുള്ളൂ. 250 മീറ്ററിലെ ഏത് മീറ്റർ? സ്മോൾ ലെറ്റർ മീറ്റർ. ഫുൾ നെയിം എഴുതുമ്പോൾ, യൂണിറ്റിന്റെ ഫുൾ ആയിട്ട് എഴുതുമ്പോൾ ഓൺലി സ്മോൾ ലെറ്റർ. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് എന്തായാലും എക്സാമിൽ ചോദ്യം വരും. 100% ഉറപ്പാണ്. നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ ചോദ്യ പേപ്പറൊക്കെ എടുത്ത് നോക്കിയോ. അതിലെ ചോദ്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? എക്സാമിന് തലേന്നുള്ള ദിവസങ്ങളൊക്കെ നമ്മൾ ഫുൾ ചോദ്യങ്ങളായിരിക്കും ചെയ്യാം കേട്ടോ. അപ്പോൾ അവിടെ ഇത് പഠിപ്പിക്കാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല. ഓക്കെ, അതുകൊണ്ടാണ് ഇത് ഇപ്പോഴേ പഠിക്കാൻ വേണ്ടി പറയുന്നതും നിങ്ങളോട് ഇതൊക്കെ കാണാനും പറയുന്നത്. കാരണം എക്സാമിന് തലേന്ന് പഠിക്കുന്നുണ്ടോ? ബേസിക് സയൻസ്, ഫിസിക്സും കെമിസ്ട്രി, ബയോളജിയും കൂടെ ഒരുമിച്ചാണുള്ളത്. അതിൻ്റെ തലേന്ന് വന്നിട്ട് നമ്മൾ ഇതൊക്കെ പഠിക്കുമോ? റൂളൊക്കെ മക്കളെ പഠിക്കാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ നിൽക്കുമോ? സാറേ ചോദ്യം പറയാമെന്ന് പറയും. അപ്പോൾ അതൊക്കെ ഇപ്പോഴേ പഠിക്കണം. അതിനാണ് മെല്ലെ മെല്ലെ പറഞ്ഞത്. ഇപ്പം മെല്ലെ മെല്ലെ മനസ്സിലാക്കി കഴിഞ്ഞാൽ എക്സാമിന് തലേന്ന് ചോദ്യങ്ങൾ മാത്രമായിട്ട് ചെയ്യുമ്പോൾ ഞാൻ ചെയ്യിപ്പിക്കും നിങ്ങളെ കൊണ്ട്. നല്ല അടിപൊളി ചോദ്യങ്ങൾ ചെയ്യിപ്പിക്കും. അപ്പോൾ പട്ടപ്പട്ടയെ നടന്ന് ഉത്തരം പറയാൻ പറ്റും. ഓക്കെ, മനസ്സിലാവണ്ടോ? ഇത് കൂടാതെ 2-3 ചെറിയ റൂളും കൂടി ഉണ്ട്. ഇത് കറക്റ്റായി ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ടേ. ഒന്നുമില്ല, ഞാൻ എഴുതി തന്നെ ഉള്ളൂ. ഞാൻ ഒന്ന് എഴുതി ഒന്നുകൂടി വൃത്തിക്ക് ടൈപ്പ് ചെയ്തെന്നുള്ളൂ. ഓക്കെ, നോട്ട്സിൽ കിട്ടും. നോട്ട്സ് എവിടെ കിട്ടുക? വാട്സാപ്പ് ചാനലിൽ ക്ലാസ് കഴിയുമ്പോഴും തന്നെ നേരെ ഫ്രീ ആയിട്ട് അയച്ചു തരും. വാട്സാപ്പ് ചാനലിൽ ജോയിൻ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടം. ഓക്കെ, ഫ്രീ ആയിട്ട് അയച്ചു തരും ക്ലാസ് കഴിയുമ്പോൾ നോട്ട്സ്. അതൊക്കെ ഉപയോഗിച്ച് റിവൈസ് ചെയ്തേക്ക്. വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ട്, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്തേക്ക്. ഇത് കൂടാതെ ഒരു 3 കുഞ്ഞു റൂൾസും കൂടെ ഉണ്ട്. ഒന്ന് നോക്കി വെച്ചേക്കാം. ഫോഴ്സിന്റെ ഇൻകറക്റ്റ് മെത്തേഡ് ചിഹ്നം എഴുതുന്നത് സ്മോൾ ലെറ്റർ N, കറക്റ്റ് മെത്തേഡ് ക്യാപിറ്റൽ ലെറ്റർ N. നമ്മൾ ഓൾറെഡി പറഞ്ഞില്ലേ ഫോഴ്സിന്റെ യൂണിറ്റ് ആരാടോ? യൂണിറ്റ് ന്യൂട്ടൺ ആണ്. ന്യൂട്ടൺ ഒരു സയന്റിസ്റ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ചിഹ്നം എഴുതുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ N എഴുതണം, സ്മോൾ ലെറ്റർ എഴുതാൻ പാടില്ല. അതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. കൂടുതലായിട്ട് അവിടെ ഒന്നുമില്ല. ഓക്കെ, വായിച്ച് കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. അത്രയുള്ള സംഭവം. ഇത് എഴുതാനൊന്നും പറയൂല. ഇനി എഴുതാൻ പറഞ്ഞാൽ തന്നെ പറയുക സയന്റിസ്റ്റിൻ്റെ പേര് സ്മോൾ ലെറ്റർ എഴുതാൻ പാടില്ല, ക്യാപിറ്റൽ ലെറ്റർ നിങ്ങളുടെ ഭാഷ എഴുതിച്ചാൽ മതി. അങ്ങനെ പറയില്ല, പക്ഷെ പറയാം പറഞ്ഞാൽ. ഇനി ഇവിടെ എന്താ കുഴപ്പം? ഇൻകറക്റ്റ് മെത്തേഡ് നോക്കാം. 60 സെന്റിമീറ്റർ കുത്ത് ഈസ് ദ ലെങ്ത് ഓഫ് ദി ഡെസ്ക്. അതിലെന്താ കുഴപ്പം? എന്താ കുഴപ്പം? ഡെസ്കിന്റെ നീളം 60 സെന്റിമീറ്റർ കുത്താണ്. ഈ സെന്റിമീറ്റർ കഴിഞ്ഞിട്ട് ഫുൾ സ്റ്റോപ്പ് ഇടാൻ ആരാ പറഞ്ഞത്? ഇടരുത്. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കണം. ഡെസ്കിന്റെ നീളം 60 സെന്റിമീറ്റർ കഴിഞ്ഞിട്ട് കുത്തിടാൻ പാടില്ല. കുത്ത് എവിടെ വരിക?
സെൻറ്റൻസ് കഴിഞ്ഞിട്ട് ആണ് കുത്ത്. അപ്പോൾ സെൻറ്റൻസ് കഴിഞ്ഞിട്ടാണ് ഫുൾ സ്റ്റോപ്പ് ഉണ്ട്. 60 സെൻറ്റിമീറ്റർ കുത്തിടാൻ പാടില്ല. അവിടെ സാധാരണ പോലെ എഴുതുക ഈസ് ദ ലെങ്ത് ഓഫ് ദ ഡെസ്ക് എന്ന് പറഞ്ഞ് സെൻറ്റൻസിന് അവസാനം ഫുൾ സ്റ്റോപ്പ് ഇടാം. സാർ ഇവിടെ എന്താ കുഴപ്പം? ഇൻകറക്റ്റ് മെത്തേഡിൽ എഴുതിയിരിക്കുന്നു. ഇവിടെ എന്താ കുഴപ്പം? ദ ലെങ്ത് ഓഫ് ദ ഡെസ്ക് ഈസ് 60 സെൻറ്റിമീറ്റർ. കുത്തെഴുതാൻ പാടില്ല എന്നല്ലേ സാറ് പറഞ്ഞത്. അപ്പോൾ കുത്തിട്ടില്ല, അപ്പോൾ കറക്റ്റ് അല്ലേ? എടുത്ത് സെൻറ്റൻസിൻ്റെ അവസാനം വന്നല്ലേ, അവസാനം വന്നാണ് കുത്തിടണം. അവസാനം വരികയാണ് കുത്തിടുന്നത്. ലെങ്ത് ഓഫ് ദ ഡെസ്ക് 60 സെൻറ്റിമീറ്റർ. 60 സെൻറ്റിമീറ്റർ അവസാനമാണ്, സെൻറ്റൻസ് കഴിഞ്ഞില്ലേ, അപ്പോൾ കുത്തിടണം. അപ്പോൾ സെൻറ്റൻസിന് ഇടയിലാണെങ്കിൽ ഫുൾ സ്റ്റോപ്പ് ഇടരുത്, സെൻറ്റൻസിൻ്റെ അവസാനമാണ് യൂണിറ്റ് വരുന്നെങ്കിൽ ഫുൾ സ്റ്റോപ്പ് ഇടണം. കോമൺ സെൻസ്, അത്രേ ഉള്ളൂ പരിപാടി. സെക്കൻഡിൻ്റെ എന്നിട്ട് സെക്കൻഡ് അല്ല, ഡെസ്കിൻ്റെ നീളമാണ് 60 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം? ഇവിടെ കുത്തി ഇടണം എന്നാണ് ശരി. ഓക്കെ, ക്ലിയർ ആണല്ലോ മക്കളെ? ശരി. അപ്പോൾ വെറുതെ ഇടയിൽ കയറി കുത്തിടരുത് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചാൽ സെറ്റ്. ലാസ്റ്റ് എനർജിയുടെ യൂണിറ്റ് ഇങ്ങനെ എഴുതിയാൽ എന്താ കുഴപ്പം? ന്യൂട്ടണും ഉണ്ട് മീറ്ററും ഉണ്ട്, രണ്ടും കൂടെ അടുപ്പിച്ച് അങ്ങോട്ട് എഴുതി ന്യൂട്ടൺ മീറ്റർ. ഇങ്ങനെ എന്താ കുഴപ്പം? കുഴപ്പമുണ്ട്. 2 യൂണിറ്റ്സ്, ഒരു ന്യൂട്ടനും ഒരു മീറ്ററും ഇങ്ങനെ എഴുതുന്ന സമയത്ത് ഒന്നെങ്കിൽ അതിൻ്റെ ഇടയിൽ ഒരു കുത്തിടണം, ന്യൂട്ടൺ ഡോട്ട് മീറ്റർ എന്ന് എഴുതണം. അല്ലെങ്കിൽ ഒരു സ്പേസ് ഇട്ടാലും മതി, ന്യൂട്ടൺ ഒരു സ്പേസ് ഇടുക എന്നിട്ട് മീറ്റർ എന്ന് എഴുതാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരു യൂണിറ്റ് ഉണ്ട് kg മീറ്റർ ക്യൂബ്, കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് അല്ല, കിലോഗ്രാം മീറ്റർ ക്യൂബ്. ഇത് എഴുതുമ്പോൾ ഒന്നെങ്കിൽ ഈ സ്പേസ് ഇട്ടിട്ട് കുറച്ചൊരു ഗ്യാപ്പ് ഇട്ടിട്ട് എഴുതുക, അല്ലെങ്കിൽ kg കുത്ത് മീറ്റർ ക്യൂബ് എന്ന് എഴുതുക. എങ്ങനെ എഴുതാൻ പാടില്ല? kg മീറ്റർ ക്യൂബ് അടുപ്പിച്ച് എഴുതാൻ പാടില്ല. ഇത് തെറ്റാണ്. അപ്പോൾ ഈ 3 എക്സ്ട്രാ റൂൾസും കൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. പരീക്ഷ വന്നിരിക്കും. ആ വന്നിരിക്കുമ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ അങ്ങോട്ട് ഉത്തരം കൊടുക്കാൻ പറ്റും. ക്ലിയർ ആണല്ലോ മക്കളെ? റെഡി. അങ്ങനെ നമ്മൾ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ഭാഗത്തേക്ക് പോവാം. ലീസ്റ്റ് കൗണ്ട് എന്താണ് മക്കളെ? ഈ ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞ സാധനം മലയാളത്തിൽ ലീസ്റ്റ് കൗണ്ട് തന്നെയാണ്. ഇത്ര ഉള്ളു പരിപാടി. ഒരു മീറ്റർ സ്കെയിൽ, നമ്മുടെ സാധാരണ സ്കൂളിൽ കൊണ്ടുവന്ന സ്കെയിലില്ലേ, അത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ മീറ്റർ സ്കെയിലിലെ ഏറ്റവും ചെറിയ ഡിവിഷൻ എന്താ? സാർ 1 സെൻറ്റിമീറ്റർ ആണോ? അല്ലല്ലോ, ഇതല്ലേ ഇത്. എത്രയാ? ഇത് എത്രയാ? മില്ലിമീറ്ററിലാണ് ഉള്ളത് ശരിക്കും അല്ലേ? അപ്പോൾ 1 മില്ലിമീറ്റർ, 2, 3, 4, 5 മില്ലിമീറ്റർ, 6, 7, 8, 9, 10 മില്ലിമീറ്റർ. അപ്പോൾ ഈ കുഞ്ഞ് ഡിവിഷൻ എത്രയാ? ഏറ്റവും ചെറിയ ഡിവിഷൻ എന്താണ്? 1 മില്ലിമീറ്ററില്ലേ? ആ 1 മില്ലിമീറ്ററിനെയാണ് അവൻ്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് വിളിക്കുക. അത്രേ ഉള്ളൂ പരിപാടി. അപ്പോൾ എന്താണ് ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞാൽ? ദ സ്മോളസ്റ്റ് വാല്യൂ ദാറ്റ് ക്യാൻ ബി മെഷേർഡ് യൂസിങ് ആൻ ഇൻസ്ട്രുമെന്റ് ഇസ് കോൾഡ് ഇറ്റ്സ് ലീസ്റ്റ് കൗണ്ട്. ഒരു ഉപകരണം ഉപയോഗിച്ച് അളക്കാവുന്ന ഏറ്റവും കുറഞ്ഞ അളവിനെ ലീസ്റ്റ് കൗണ്ട് എന്ന് വിളിക്കുന്നു അല്ലേ? ഈ മീറ്റർ സ്കെയിൽ ഉപയോഗിച്ചിട്ട് അളക്കാൻ വരുന്ന ഏറ്റവും ചെറിയ അളവ് ഏതാ? 1 മില്ലിമീറ്റർ ആണ് അല്ലേ? ഏറ്റവും ചെറുത് 1 മില്ലിമീറ്റർ ആണ്. 1 സെൻറ്റിമീറ്റർ അല്ല, 1 സെൻറ്റിമീറ്റർ വലിയ അളവാണ്. അതിനേക്കാളും ചെറുതായ 1 മില്ലിമീറ്റർ ഇവനെ വെച്ചിട്ട് അളക്കാൻ പറ്റും. അപ്പോൾ അവൻ്റെ ലീസ്റ്റ് കൗണ്ട് എന്താണോ? 1 മില്ലിമീറ്റർ ആണ്. ഇതെന്തായാലും ചോദിക്കേ, എക്സാമിൽ ഇങ്ങനത്തെ ചോദ്യമൊക്കെ വരാം. ഇങ്ങനത്തെ സാധനം എന്നിട്ട് പറ, ഒരു ക്ലോക്ക്, ഇവൻ്റെ ലീസ്റ്റ് കൗണ്ട് എത്രയാ? പറ ലീസ്റ്റ് കൗണ്ട് എത്രയാ? ഇവൻ്റെ ഏറ്റവും ചെറിയ ഡിവിഷൻ എന്താ? സാറേ ഏറ്റവും ചെറിയ ഡിവിഷൻ ഇതാണ്. 1 മണിക്കൂറാണോ? 1 മിനിറ്റ് ആണോ? ഒരു സെക്കൻഡ് ചോദിച്ചുള്ള ക്ലോക്ക് അല്ലേ? അപ്പം എന്താണ്? ഇവിടുന്ന് ഇതാ തൊട്ടടുത്തതിലേക്ക് പോകുമ്പോൾ ഒരു എത്ര സമയമാവും? 1 സെക്കൻഡ് അല്ലേ ആവുക? അപ്പോൾ 1 സെക്കൻഡ് അല്ലേ ഇവന് അളക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ യൂണിറ്റ്. അപ്പോൾ അവൻ്റെ ലീസ്റ്റ് കൗണ്ട് LC എന്ന് എഴുതും. 1 സെക്കൻഡ് എന്ന് പറയണം. 1S അല്ലേ, 1 സെക്കൻഡ് എന്ന് ഫുള്ള് എഴുതാം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ലീസ്റ്റ് കൗണ്ട് എന്താണെന്ന് മനസ്സിലാക്കി വെച്ചോ. പരീക്ഷയിൽ 100% ഉറപ്പായിട്ട് ഒരു ചോദ്യം അവിടെ നിന്ന് വരും. ഓക്കെ, റെഡി. ഈ ആകെ 3 കാര്യങ്ങൾ പഠിക്കാനുള്ളൂ. ആ 3 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഉറപ്പാണ് പരീക്ഷയിൽ. ഏതെങ്കിലും ഒന്ന് 100% ഉറപ്പാണ്. ഫസ്റ്റ് കാര്യം, ഒരു പേപ്പറിൻ്റെ തിക്നെസ് അളക്കാൻ. ഓക്കെ. രണ്ടാമത്തെ കാര്യം, ഒരു കല്ലിൻ്റെ വോളിയം, വ്യാപ്തം അളക്കാൻ. മൂന്നാമത്തെ കാര്യം, ഒരു പെൻഡുലത്തിൻ്റെ ടൈം, 1 സെക്കൻഡിന് എടുക്കുന്ന ടൈം അളക്കാൻ. ഇതിൽ 3 100% ഉറപ്പാണ് മക്കളെ. 2 മാർക്കിനോ 3 മാർക്കിനോ ഒരു ചോദ്യം ഉറപ്പാണ്. പഠിച്ചു വെച്ചോ, സിമ്പിളാണ്. ഒരു സിംഗിൾ A4 ഷീറ്റിന്റെ A4 ഷീറ്റ് പേപ്പറിന്റെ തിക്നെസ് എങ്ങനെ മെഷർ ചെയ്യാം? സോ ഒരു സ്കെയിൽ എടുത്തിട്ട് പറ്റില്ല. കാരണം സ്കെയിൽ എടുത്തിട്ട് മെഷർ ചെയ്യാൻ പറ്റുമോ? ഇത്രയും ചെറിയത് 1 മില്ലിമീറ്റർ പോലും ഇല്ല. അപ്പോൾ എങ്ങനെ മെഷർ ചെയ്യാം? അപ്പോൾ അതിന് മെത്തേഡ് പഠിക്കുക. ഒരു പേപ്പറിന് പകരം ഒരു 100 പേപ്പർ എടുക്കുക, ഒരു അട്ടി പേപ്പർ എടുക്കുക. ഓക്കെ, ഇമാജിൻ ചെയ്യുക, ഇതിൽ 100 A4 ഷീറ്റ് പേപ്പർ ഉണ്ടെന്ന് എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? എന്നിട്ടൊരു സ്കെയിൽ എടുക്കുക. എന്നിട്ട് സ്കെയിൽ എടുത്തിട്ട് മൊത്തത്തിൽ അളക്ക്. ഈ 100 പേപ്പറിന്റെ അട്ടിയുടെ ഒരു സ്കെയിൽ എടുത്ത് അളക്കാൻ എളുപ്പമല്ലേ? എന്നിട്ട് ഇമാജിൻ ചെയ്യുക, ആ 100 പേപ്പർ അട്ടിയുടെ മൊത്തം അളന്ന് നോക്കിയപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ലെങ്ത് എത്രയാ? 5 സെൻറ്റിമീറ്റർ. എൻ്റെ പെന്നൊന്ന് വൃത്തിയാക്കട്ടെ, സ്ക്രീനൊന്ന് വൃത്തിയാക്കട്ടെ. എത്രയാണ്? 5 സെൻറ്റിമീറ്റർ ആണ് വിചാരിക്കുക. തിക്നെസ് ഓഫ് ദി പേപ്പർ സ്റ്റോക്ക് അല്ലേ? പേപ്പർ കെട്ടിന്റെ കനം മൊത്തത്തിൽ നോക്കിയപ്പോൾ 5 സെൻറ്റിമീറ്റർ കിട്ടിയെന്ന് വിചാരിക്കാം.
ടോട്ടൽ എത്ര പേപ്പർ ഉണ്ട്? നമ്പർ ഓഫ് പേപ്പേഴ്സ് ഇൻ ദ പേപ്പർ സ്റ്റോക്ക്. പേപ്പർ കേട്ടിലെ പേപ്പറുകളുടെ എണ്ണം എത്രയാ? 100 വിചാരിക്കുക. എടോ ടോട്ടൽ 5 സെന്റിമീറ്റർ ആണ്, അതിൽ 100 പേപ്പർ ഉണ്ടെങ്കിൽ ഒരു പേപ്പറിന് തിക്നെസ് എങ്ങനെ കിട്ടുക? സിമ്പിൾ ഈ ഫോർമുല ഉപയോഗിക്കുക. തിക്നെസ് ഓഫ് 1 പേപ്പർ, ഒരു പേപ്പറിന് കനം എന്തായിരിക്കും? തിക്നെസ് ഓഫ് പേപ്പർ സ്റ്റോക്ക്, അതായത് ടോട്ടൽ തിക്നെസ് വിച്ച് ഇസ് 5 സെന്റിമീറ്റർ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് പേപ്പേഴ്സ് വിച്ച് ഇസ് 100. ഇട്ട് കൊടുക്കുക, പരിപാടി തീർക്കുക. പേപ്പർ സ്റ്റോക്കിന്റെ മൊത്തത്തിലുള്ള 5 സെന്റിമീറ്റർ ആണ്, ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പേപ്പേഴ്സ് ഇത്രയും 100. ഇട്ട് കൊടുക്കുക, പരിപാടി തീർക്കുക. ഇത്ര ഒരു സംഗതി. ഓക്കെ, ഇത് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതെങ്ങനെയാണ് കിട്ടുക എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പറയുള്ളൂ. മനസ്സിലേ? ഇതിന്റെ മെത്തേഡ് എന്താണെന്ന് ചോദിക്കാൻ പോകുന്നത്. അല്ലാണ്ട് പരീക്ഷയിൽ പേപ്പർ തന്നിട്ട് ഇതിന്റെ ലെങ്ത് നോക്കാനൊന്നും അവർ പറയില്ല. അപ്പൊ ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി ഇതാണ് പരിപാടി എന്നുള്ളത്. ഇനി വേണം നിങ്ങൾക്ക് ഇത് ചെയ്തൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നതാണ്. ഇതിന് 1/20 എന്നൊക്കെ കിട്ടും. കാരണം 5 × 20 ആണ് 100. അപ്പോൾ 1/20 എന്താണ് സെന്റിമീറ്റർ എന്ന് എഴുതാം. 1/20 എന്ന് പറഞ്ഞാൽ 0.05. വേണം ബൈ ഹാർട്ട് പഠിക്കണം, വേണം ബൈ ഹാർട്ട് പഠിച്ചോ. ഒരു പേപ്പറിന്റെ തിക്നെസ് 0.05 ആയിരിക്കും ഉണ്ടാകും. ക്ലിയർ ആണല്ലോ? ഈ വാല്യൂസ് ബൈ ഹാർട്ട് പഠിക്കണ്ട. പരീക്ഷയിൽ ഇതിന്റെ ഒരു പേപ്പറിന്റെ തിക്നെസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡ് ഡിസ്ക്രൈബ് ചെയ്യാൻ പറയുമ്പോൾ എന്ത് ചെയ്യുക? ഇതുപോലെ റഫായി പിക്ചർ വരച്ച് വെക്കുക. എന്നിട്ട് ഈ കാര്യങ്ങൾ അങ്ങോട്ട് വൃത്തിക്ക് എഴുതി വെക്കുക. ഈ ഫോർമുല ഈ നമ്പേഴ്സ് അടക്കം എഴുതി വെക്കുക. ഒരു കുഴപ്പമില്ല. ഈ 100ഉം 5 സെന്റിമീറ്റർ എഴുതുക. അവസാനം ഇവിടെ വരെ എഴുതി വെക്കുക. 3 മാർക്ക് ഇങ്ങോട്ട് പോരും. അത്രേ ഉള്ളൂ. സിമ്പിൾ. കൂടുതലൊന്നും ചിന്തിക്കാൻ നിൽക്കണ്ട അവിടെ. ഒന്നെങ്കിൽ ഇത് ചോദിക്കും, അല്ലെങ്കിൽ എന്ത് ചോദിക്കും? ഒരു കല്ല്, ആ കല്ലിന്റെ വോളിയം എങ്ങനെ മെഷർ ചെയ്യും ചോദിക്കും. ഈ കല്ലിന്റെ വ്യാപ്തം എങ്ങനെ മെഷർ ചെയ്യും? സാർ ഇങ്ങനെ പോയി നമ്മൾ സ്കെയിൽ വെച്ച് അളന്ന് നോക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യും? ഒന്നുമില്ല. ഒരു ജാറിൽ എന്ത് ചെയ്യുക? ഒരു ബീക്കറിൽ കുറച്ച് വെള്ളം എടുക്കുക. എന്നിട്ട് ആദ്യം അവൻ്റെ അളവ് നോക്കുക, അല്ലെ? കല്ലില്ലാത്തപ്പോൾ അളവ് നോക്കുക. ഇമാജിൻ ചെയ്യുക, അത് 50 മില്ലി ലിറ്റർ അതിനുള്ളിൽ നിന്ന് വിചാരിക്കുക. എന്നിട്ട് കല്ല് അതിലേക്ക് ഇടുക. അപ്പോൾ വെള്ളം പൊന്തില്ലേ? വെള്ളം പൊന്തി വരും. കാരണം കല്ലിന്റെ വോളിയം കൂടെ ചേർന്നിട്ടായിരിക്കും വെള്ളം പൊന്തി വന്നിട്ട് ഇവിടെ നിൽക്കും. അപ്പോൾ നമ്മൾ വീണ്ടും അളക്കുക, കല്ല് ഇട്ടിട്ട് അളക്കുക. അപ്പോൾ കുറച്ചുകൂടി വെള്ളം പൊന്തിയിട്ടുണ്ടാവും. ഇമാജിൻ ചെയ്യുക, അത് 75 മില്ലി ലിറ്റർ ആണെന്ന് വിചാരിക്കാം, കല്ലും കൂടി ഇട്ട് കഴിയുമ്പോൾ. ഇപ്പോൾ അവരോട് കല്ലിൻ്റെ എത്രയാ? കല്ലിൻ്റെ വോളിയം എത്രയാ? കല്ലിൻ്റെ വോളിയം എത്രയായിരിക്കും? വോളിയം ഓഫ് ദി സ്റ്റോൺ വിൽ ബി ഈക്വൽ ടു വ്യാപ്തം എത്രയായിരിക്കും? ആ കൂടിയത് മൈനസ് ആദ്യം ഉണ്ടായിരുന്നത്, അല്ലേ? ആദ്യം ഉണ്ടായിരുന്ന 50 എന്ന് പറഞ്ഞാൽ വെള്ളം മാത്രമാണ്. 75 എന്ന് പറഞ്ഞാൽ കല്ലും വെള്ളം കൂടി ചേർന്നിട്ടാണ്. അപ്പോൾ കല്ലിന് മാത്രം കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 75 50 മൈനസ് ചെയ്യുക. ദി ആൻസർ വിൽ ബി ഈക്വൽ ടു 25 മില്ലി ലിറ്റർ. ഇത്രയുള്ള പരിപാടി. അയ്യേ ഇതൊന്ന് എഴുതി വെച്ചാൽ മതി. എന്താണ്? പോർ സം വാട്ടർ ഇൻറ്റു എ മെഷറിംഗ്. നിങ്ങളുടെ ഭാഷയിൽ എഴുതി വെച്ചാൽ മതി. ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്ത പോലെ എഴുതി വെച്ചാൽ കുറച്ചുകൂടി നല്ലത്. അത്രേ ഉള്ളൂ. ഇൻറ്റു മാർക്കറ്റ്സ് ലെവൽ ടൈ ദ സ്റ്റോൺ വിത്ത് എ ത്രെഡ്. എടുത്ത് എറിയാനല്ല, കല്ല് ഒരു എന്ത് ചെയ്യുക? ഒരു നൂലിൽ നിങ്ങൾ ടൈ ചെയ്തിട്ട് ഡിപ്പ് ചെയ്യുക. ഒബ്സർവ് ദി റൈസ് ഇൻ വാട്ടർ. വെള്ളം ലെവൽ കൂടും. ഫ്രം ദിസ് വി ക്യാൻ കാൽക്കുലേറ്റ് ദ വോളിയം ഓഫ് സ്റ്റോൺ എന്ന് എഴുതി വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? വേണമെങ്കിൽ ഒരു പിക്ചർ വരച്ച് വെച്ചോ, ഞാൻ റഫായിട്ട് ഇവിടെ 50 എന്ന് കാണിച്ചിട്ട്, പിന്നെ ഇങ്ങനെ കുറച്ചുകൂടി എന്താണ് കല്ലും കൂടി ഇട്ടുള്ള പിക്ചർ ഒന്ന് വെറുതെ വരച്ച് വെച്ചേക്കുക. അപ്പം നിങ്ങളുടെ എഴുത്തിൽ എന്തെങ്കിലും മണ്ടത്തരൊക്കെ ഉണ്ടെങ്കിൽ ടീച്ചർ മനസ്സിലായിക്കോളും. ഓക്കെ, നിങ്ങൾക്ക് സംഭവം അറിയാം. എന്നിട്ട് ഇവിടെ എന്താ 75 കാണിക്കുക. എന്നിട്ട് എഴുതുക വാട്ട് ഈസ് ലീസ്റ്റ് കൗണ്ട്. ഇതൊന്നും എഴുതണ്ട കേട്ടോ, അതൊന്നും പരീക്ഷ എഴുതേണ്ട ആവശ്യമില്ല. ഇനീഷ്യൽ വാട്ടർ ലെവൽ ബിഫോർ ഡിപ്പിംഗ് ദ സ്റ്റോൺ. ഡിപ്പ് ചെയ്യുന്നതിന് മുൻപുള്ള വാട്ടർ ലെവൽ എത്രയാ? 50 ലിറ്റർ ആണ്, അല്ലേ? കല്ല് താഴ്ത്തുന്നതിന് മുൻപുള്ള ജലവിധാനം എത്രയാ? 50 മില്ലി ലിറ്റർ ആണ്. എന്നിട്ടോ വാട്ടർ ലെവൽ ആഫ്റ്റർ ഡിപ്പിംഗ് ദ സ്റ്റോൺ. വെള്ളത്തിൽ കല്ലിട്ടതിന് ശേഷമുള്ള എത്രയാ? 75 ആണ്. അങ്ങനെയാണ് വോളിയം ഓഫ് ദ സ്റ്റോൺ എത്രയാണ്? കല്ലിന്റെ വ്യാപ്തം എത്രയാണ്? കല്ലിന്റെ വ്യാപ്തം ഇസിക്വൾ ആ വ്യത്യാസം, അല്ലേ? 75 - 50 ഇസിക്വൾ ടു 25 മില്ലി ലിറ്റർ. ഇത്ര എഴുതി വെച്ചാൽ പരിപാടി സെറ്റ്. ചോദിക്കും. നമ്പേഴ്സ് പിന്നെ ഇതന്നെ ഉപയോഗിക്കണമെന്നില്ല കേട്ടോ. നിങ്ങൾക്ക് 100 80 എന്ത് വേണം ഉപയോഗിക്കാം. പക്ഷേ ഈ പ്രോസസ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുമ്പോൾ ഇത് എഴുതി വെക്കണം. ക്ലിയർ ആണല്ലോ മക്കളെ? ഇനി ചിലപ്പോൾ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ ഇവന്റെ ഡെൻസിറ്റി കണ്ടുപിടിക്കാനൊക്കെ പറയും ചിലപ്പോൾ. അപ്പോൾ ഒന്നുമില്ല, നിങ്ങൾ മനസ്സിലാക്കുക. ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ എന്താ ബുദ്ധിമുട്ട്? നിങ്ങൾ പറയാ ഇതൊക്കെ ചെയ്തിട്ട് ആദ്യം വോളിയം കണ്ടുപിടിക്കാൻ പറയാ. എന്നിട്ട് ഡെൻസിറ്റിയുടെ ഫോർമുലയിൽ ഇട്ട് കൊടുക്കാൻ പറയാം. ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. സാന്ദ്രത എന്ന് പറഞ്ഞാൽ മാസ് ബൈ വ്യാപ്തമാണ്. വോളിയം ഇവിടുന്ന് കിട്ടും. മാസ് പിന്നെ നിങ്ങൾ വെയ് മെഷീനിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ മാസും കിട്ടും. അപ്പോൾ ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ പറയാം. അപ്പോൾ ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്താ? വോളിയം ഇതുപോലെ കണ്ടുപിടിക്കുക. എന്നിട്ട് ഈ ഫോർമുലയിൽ ഇട്ട് കൊടുക്കാൻ പറയാം. സാന്ദ്രതയിൽ ഫോർമുലയിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ കിട്ടിക്കോളും. പേടിക്കണ്ട. സാർ ഡെൻസിറ്റി ചോദിച്ചിട്ട് സാർ പഠിപ്പിച്ചില്ലോ പറയരുത്. ഇത് തന്നെയാണ് വോളിയം കണ്ടുപിടിക്കുക. എന്നിട്ട് ഡെൻസിറ്റി ഫോർമുല ഇട്ട് കൊടുക്കുക. മനസ്സിലാകുന്നുണ്ടോ? അതിനെ സാർ അങ്ങനെയൊക്കെ പറയുന്നത് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്ത വോളിയത്തിൻ്റെ അല്ലേ? ആ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്ത വോളിയത്തിനാണ്. കഴിഞ്ഞ വർഷത്തെ ഓണപ്പരീക്ഷയിൽ ചോദ്യം എടുത്ത് നോക്ക്, സാന്ദ്രതേനെ ചോദിച്ചത്. അപ്പം അങ്ങനെ ട്വിസ്റ്റ് ആയിട്ട് ചോദിച്ചാലും മനസ്സിലാക്കുക സംഭവം ഇത് തന്നെയാണെന്ന്. അവസാനം ഞാൻ ചേഞ്ച് ചെയ്യാനേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവണം.
ഓക്കെ, ലാസ്റ്റ് എക്സ്പെരിമെന്റ്. ഇനി അതിന് ഇപ്പൊ പഠിച്ച 2 ചോദിച്ചില്ലെങ്കിലും ഏതെങ്കിലും ഒന്ന് ചോദിക്കുന്നല്ലേ പറഞ്ഞ, അപ്പൊ ഇത് ചോദിക്കും. ഈ കണ്ട 2 ചോദിച്ചില്ലെങ്കിൽ ഇത് ചോദിക്കും. എന്താണ്? ഒരു പെൻഡുലം, അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്ന പെൻഡുലം എടുത്തിട്ട് അതിന് അങ്ങോട്ട് പോയിട്ട് തിരിച്ചിങ്ങോട്ട് വരാനുള്ള സമയമല്ലേ, അങ്ങോട്ട് പോയിട്ട് തിരിച്ചിങ്ങോട്ട് വരാനുള്ള സമയമല്ലേ, അതിന് നമ്മൾ അതിൻ്റെ പീരീഡ് എന്ന് വിളിക്കും. മലയാളത്തിൽ പീരീഡ് എന്ന് തന്നെ വിളിക്കാം. ടൈം പീരീഡ് എന്നും പറയാറുണ്ട്, പീരീഡ് എന്ന് വിളിച്ചാൽ. അതെങ്ങനെ കണ്ടുപിടിക്കാൻ വയ്ക്കും? അങ്ങോട്ട് പോയിട്ട് തിരിച്ചിങ്ങോട്ട് വരാനുള്ള സമയം. സാർ അത് സിമ്പിളായിട്ട് മെഷർ ചെയ്താൽ പോരെ? ഇവിടുന്ന് സ്റ്റോപ്പ് വാച്ച് ഓൺ ആക്കുക, അങ്ങോട്ട് പോകുമ്പോൾ തിരിച്ച് ഇവിടെ എത്തുമ്പോൾ സ്റ്റോപ്പ് വാച്ച് ഓഫ് ആക്കുക. പരിപാടി തീർന്നില്ലേ? പരിപാടി തീർന്നു. പക്ഷെ അത് കറക്റ്റ് ആവില്ല. കാരണം കറക്റ്റ് തുടങ്ങുമ്പോൾ ഓണാക്കാനും കറക്റ്റ് ഇവിടെ എത്തുമ്പോൾ ഒരൊറ്റ അറ്റംപ്റ്റിൽ ഒരൊറ്റ പ്രാവശ്യത്തിൽ അങ്ങനെ ചെയ്യുമ്പോൾ കറക്റ്റ് കിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ 10 പ്രാവശ്യം ചെയ്യണം. എന്ത് ചെയ്യണം? ടൈം റിക്വയർഡ് ഫോർ 10 ഓസിലേഷൻ എടുക്കണം. ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദോലനം എന്ന് പറഞ്ഞാൽ എന്താണ്? ദോലനം എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നതിനാണ് ദോലനം. അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ദോലനം, അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വീണ്ടും വരുമ്പോൾ ഒരു ദോലനം കൂടെ. അങ്ങനെ 10 ദോലനം, 10 ഓസിലേഷനുള്ള ടൈം നിങ്ങൾ സ്റ്റോപ്പ് വെച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സമയം കിട്ടില്ലേ? ഇമാജിൻ ചെയ്യാൻ നിങ്ങൾക്ക് 100 സെക്കൻഡ് കിട്ടിയെന്ന് വിചാരിക്കുക. 100 സെക്കൻഡാണ് 10 ഓസിലേഷനുള്ള ടൈം. നമുക്ക് വേണ്ടത് ഒരു ഓസിലേഷൻ്റെ ടൈമാണ്, 10 ഓസിലേഷൻ്റെ അല്ല. അപ്പോൾ അതെങ്ങനെയാണ് പിടിക്കുക? സിമ്പിൾ. ടൈം ഫോർ 1 ഓസിലേഷൻ, അതിന് നമ്മൾ പീരീഡ് എന്ന് വിളിക്കുക അല്ലേ? ഒരു ദോലനത്തിൻ്റെ സമയം അഥവാ പീരീഡിൻ്റെ ഫോർമുല പഠിച്ചു വെക്കുക. ടോട്ടൽ ടൈം ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഓസിലേഷൻ എടുക്കുക. ആകെ സമയം ഡിവൈഡ് ബൈ ദോലനങ്ങളുടെ എണ്ണം ഇട്ട് കൊടുക്കുക. ടോട്ടൽ ടൈം എത്രയാ? 10 ഓസിലേഷൻ എല്ലാം കൂടി എടുത്ത സമയം എത്രയാ? 100 സെക്കൻഡ് മുകളിൽ ഇട്ട് കൊടുക്കുക. ടോട്ടൽ നമ്പർ ഓഫ് ഓസിലേഷൻ എത്രയാ? ദോലനങ്ങളുടെ എണ്ണം എത്രയാ? 10 ദോലനം നമ്മൾ നോക്കിയത്, 10 ഓസിലേഷൻസ് ആണ് നോക്കിയത്. 10 ഡിവൈഡ് ചെയ്യുക, പരിപാടി തീർക്കുക. 100 ഡിവൈഡ് ബൈ 10 എത്രയാ? 10 0 0 പോയി 10/1 ഈസ് ഈക്വൽ ടു 10 സെക്കൻഡ് ആയിരിക്കും ഇതിൻ്റെ ഓസിലേഷൻ അഥവാ അവൻ്റെ ടൈം പീരീഡ്. ഇത്രയേ ഉള്ളൂ പരിപാടി, ഇത്രയേ ഉള്ളൂ പരിപാടി. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി വെക്കുക. ഒരു ബോളിൽ ഇത് തൂക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്ന 10 ഓസിലേഷൻ എടുക്കുക. ടൈം റിക്വയർഡ് ഫോർ 10 ഓസിലേഷൻ. അപ്പോൾ ഒരു നമ്പർ കിട്ടും, അത് 100 സെക്കൻഡ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ ഫോർമുല എഴുതി വെക്കുക, ഇട്ട് കൊടുക്കുക, പരിപാടി തീർക്കുക. ഈ 3 എണ്ണത്തിൽ ഒരെണ്ണം 100% ഉറപ്പാണ്. 100%. ഇത്ര കാര്യങ്ങൾ ഈ ചാപ്റ്റർ പഠിക്കാനുള്ളൂ. പിന്നെ എക്സാമിൻ്റെ തലേന്ന് ഞാൻ കുറച്ച് ചോദ്യങ്ങളൂടെ നിങ്ങളോട് ചെയ്യിപ്പിക്കും. അതും കൂടി ചെയ്താൽ പരീക്ഷ ഇടാൻ സെറ്റാണ്. എ ഗ്രേഡ് മിനിമം. അങ്ങനെ മക്കളെ, ഈ ഒരു ചാപ്റ്ററിലെ പരീക്ഷയ്ക്ക് ആവശ്യമുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സോ എല്ലാവരും ഇപ്പോൾ അടിച്ചു പൊളിച്ച് പരീക്ഷ എഴുതുക. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ചാപ്റ്ററിൻ്റെ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസും അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെയും വീഡിയോ സൊല്യൂഷനൊക്കെ വേണമെങ്കിൽ അതും കൂടി പഠിച്ചാൽ വേറെ ലെവലിൽ നിങ്ങൾ എത്തും. ഫുൾ മാർക്കൊക്കെ ഈസി ആയിട്ടും നമ്മുടെ ബാച്ചിൽ അതെല്ലാം അവൈലബിൾ ആണ്. അതൊക്കെ ഉപയോഗിച്ച് പഠിക്കാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ നമ്മുടെ ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് സ്പെഷ്യൽ ഓഫറൊക്കെ ഉണ്ട്. അതൊക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക? പഠിക്കുക. എല്ലാവർക്കും വൺസ് അഗൈൻ ഓൾ ദി ബെസ്റ്റ്. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം, ഈ വീഡിയോ നിങ്ങൾക്ക് ജെനുവൻലി യൂസ്ഫുൾ ആയെങ്കിൽ കമൻറ്റ് ബോക്സിൽ എന്തായാലും എന്നെ ഒന്ന് അറിയിക്കണം. ഓൾസോ നിങ്ങളുടെ എല്ലാ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. Once again, all the best.